വലിയ രീതിയിൽ ലഹരിയുടെ ഉപയോഗം സമൂഹത്തിൽ വർദ്ധിക്കുന്നു. സ്കൂൾ കുട്ടികളിൽ തന്നെ ഇത് വളരെ വ്യാപകമാണ് എന്ന് പല പഠന റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നുമുണ്ട്. ഇവിടെ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. തീർച്ചയായും സർക്കാരിന് കൃത്യമായി കാര്യക്ഷമമായി ഇടപെട്ട് കഴിഞ്ഞാൽ കേരളത്തിനെ ബാധിച്ചിട്ടുള്ള ഈ വൈറസിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ നിഷ്പ്രയാസം സാധിക്കും. കാരണം ഈ സിന്തറ്റിക് ഈ മരുന്ന് അല്ലെങ്കിൽ കഞ്ചാവ് തുടങ്ങിയ മേഖല കൃത്യമായിട്ട് ഒരു ശൃംഖലയ്ക്കുള്ളിലാണ് ഇത് നീക്കുന്നത്. സ്വാഭാവികമായിട്ട് 1, 2, 3, 100 എന്ന് പറയുന്ന ഒരു സംഖ്യ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ആരൊക്കെയാണ് അതിന്റെ കണ്ണികളെ കൃത്യമായി കണ്ടെത്തിക്കൊണ്ട് നടപടിയെടുക്കാൻ സർക്കാരിന് സാധിക്കും. ഈ ചെയിൻ അങ്ങനെയാണ്. പക്ഷെ ആ ചെയിനിനെ തൊഴാനുള്ള യാതൊരു വിധത്തിലുള്ള നടപടികളും സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ നടപടി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ സിന്തറ്റിക് ആയിട്ടുള്ള മരുന്നുകൾ പിടിച്ചു കഴിഞ്ഞ് അവസാന നിമിഷം അത് എത്തുന്ന സമയത്ത് അത് ചിലപ്പോ നമ്മൾ പറയുന്ന കായപ്പൊടിയോ അല്ലെങ്കിൽ അത് കുമ്മായപ്പൊടിയായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലെ എക്സൈസ് സംവിധാനത്തിനുള്ളത്. ഇപ്പൊ നോക്കൂ, ഈ 2047 കൂടി ലഹരി വിമുക്ത ഭാരതം എന്ന് പറയുന്ന വലിയൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ 2014, 2008, 2014 കാലഘട്ടങ്ങളാണ് അറബിക്കടലിനോട് ചേർത്തുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് മാഫിയ പ്രവർത്തിച്ചത്. 2014 നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഈ പറയുന്ന 60,000 കോടി രൂപയുടെ വേട്ട നടക്കുന്നത്. ഇപ്പൊ ലക്ഷദ്വീപിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മാഫിയ അവിടെ പിടിമുറുക്കുമ്പോഴാണ് ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാരിന് കൃത്യമായി ഇടപെടൽ ഉണ്ടാവുന്നത്. ലക്ഷദ്വീപിൽ ഇടപെടൽ ഉണ്ടായ സമയത്ത് ഏതൊക്കെ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് കേരളത്തിൽ നടത്തിയത് നമുക്കറിയാമല്ലോ. സേവ് ലക്ഷദ്വീപ് ക്യാമ്പ് എന്തിനു വേണ്ടിയായിരുന്നു? ലഹരി മാഫിയയ്ക്ക് വേണ്ടിയായിരുന്നു. ആരാണ് അതിന് മുൻതൂക്കം കൊടുത്തത്? ഇവിടുത്തെ കേരളത്തിലെ സിനിമാ മേഖലയിലെ പ്രവർത്തകരായിരുന്നു. നമ്മൾ കണക്ഷൻ മനസ്സിലാക്കണം. സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഈ വരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഈ മാഫിയക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുമായി കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഇവിടെ സേവ് ലക്ഷദ്വീപുമായിട്ട് വന്നത് സിനിമാ മേഖലയിലെ പ്രവർത്തകരായിരുന്നു. ഈ കേരളത്തിന്റെ സിനിമാ മേഖലയിലെ പ്രവർത്തകരുടെ പൊതു സ്വഭാവം എന്താണ്? അതൊരു ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന്റെ സ്വഭാവമാണ്. ഇപ്പൊ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന് കേരളത്തിലെ യുവത്വത്തെ അരാജ്യത്തിലേക്ക് കൊണ്ടുപോകുക എന്നത് അവരുടെ ലക്ഷ്യമാണ്. ആ പ്രഖ്യാപിത ലക്ഷ്യം നടപ്പിലാക്കിയാണ് പ്രത്യയശാസ്ത്രപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, കേരളത്തിൽ തന്നെ ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന ഒരു സിനിമ, ആ സിനിമയ്ക്ക് കിട്ടിയ സ്വീകാര്യത എന്താണ്? ആ സിനിമ ഏതൊക്കെ രീതിയിലാണ് ആഘോഷിക്കപ്പെട്ടത്? അതോടൊപ്പം ഇപ്പൊ റാപ്പ് ഗായകർ എന്ന് പറയുന്ന ഒരു പറ്റം ആളുകളുണ്ട്, ഞാൻ അവരുടെ പേരുകളൊന്നും പറയുന്നില്ല. ഇവരുടെ ഷോ ഏത് രീതിയിലാണ്? ഈ ഷോയുടെ മാനദണ്ഡം എന്താണ്? MDMഉം കള്ളും കഞ്ചാവ് അടിച്ചുകൊണ്ട് 10,000-കണക്കിന് ചെറുപ്പക്കാർ ഒരു തെരുവീതികളിൽ ആർപ്പ് വിളിക്കുന്ന രീതിയിൽ അതിനുള്ള അനുമതി കൊടുക്കുന്നത് ആരാണ്? ഈ സർക്കാരാണ്. ഞാൻ പറഞ്ഞ അവരുടെ പാട്ട് മോശമാണെന്നോ ഒന്നുമല്ല. അതേസമയത്ത് ഇവിടെ മയക്കുമരുന്നിനെ അല്ലെങ്കിൽ മദ്യത്തെ ഇവിടെ ജനകീയവൽക്കരിക്കാനുള്ള പരിപാടികളുമായിട്ടാണ് ഈ സർക്കാർ പോകുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് കൃത്യമാണ്. നോക്കൂ, 2014 കേരളത്തിലെ എക്സൈസ് സംവിധാനങ്ങളിൽ ഈ സിന്തറ്റിക് മരുന്നുകളുടെ ഇനത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കേസുകളുടെ എണ്ണം 303 കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഡിസംബർ വരെ 44,000 കേസുകളിലേക്ക് കേരളം പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ സമസ്ത മേഖലയിലും ഗ്രാമാന്തരങ്ങളിൽ ഈ മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കി. ഞാൻ ഒരു കൊലപാതകത്തിന്റെ മെറിറ്റും ഡിമെറിറ്റും നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിൽ ഒരു മാസത്തിനുള്ളിൽ നടന്ന കൊലപാതകങ്ങളുടെ ഒരു ചരിത്രം നിങ്ങളൊന്ന് പരിശോധിക്കൂ. അച്ഛൻ മകനെ കൊല്ലുന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു. കേരളം കേൾവി ഇല്ലാത്ത രീതിയിൽ അതിനിഷ്ഠൂരമായ കൊലപാതക പരമ്പരയിലൊക്കെ ഏറ്റവും അവസാനത്തെ കണ്ണി ആസ്വദിച്ച് കേരളത്തിൽ വ്യാപകമായി ഒഴുകുന്ന ഈ മയക്കുമരുന്നും മദ്യവുമാണ്. അപ്പൊ ലഹരിക്ക് യുവത്വം അടിമപ്പെടുമ്പോൾ അതൊരു ജനകീയവൽക്കരിച്ചുകൊണ്ട് UPയിൽ ക്രൈം നടക്കുന്നുണ്ടല്ലോ, തമിഴ്നാട്ടിൽ ക്രൈം അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. കേരളത്തിലെ യുവാക്കൾക്കിടയിൽ വളരെ വലിയ രീതിയിലുള്ള മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ഉപയോഗവും അതിനുള്ള ആസക്തിയും വർദ്ധിച്ചു വരുന്നു. അതൊരു കോവിഡ് പശ്ചാത്തലത്തിലൊന്നും ഉണ്ടായതല്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ലോകം മുഴുവൻ അതിന്റെ ഒരു വ്യാപനം ഉണ്ടാകട്ടെ. നമുക്ക് വേണമെങ്കിൽ പറയാം, കോവിഡ് പശ്ചാത്തലത്തിൽ ആളുകൾക്ക് ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ആധുനിക സമൂഹത്തിലെ യുദ്ധം എന്ന് പറഞ്ഞാൽ മനുഷ്യ മസ്തിഷ്കങ്ങളെ വിലക്കെടുക്കലാണ്. അപ്പൊ ആഗോളതലത്തിൽ ഇന്ത്യയുടെ മസ്തിഷ്കങ്ങൾക്ക് വലിയ രീതിയിൽ ഡിമാൻഡ് ഉണ്ട്. ഇന്ത്യൻ ചെറുപ്പക്കാരെ ഇത്തരത്തിലുള്ള അരാജകത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന ടെററിസത്തിന്റെ പുതിയൊരു തന്ത്രമാണ്. ടെററിസം അവർ ആഗ്രഹിക്കുന്നത് ബുദ്ധി മരവിച്ച, മസ്തിഷ്കം മരവിച്ച അരാജകത്വ യുവത്വങ്ങൾ ഈ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാവേണ്ടതുണ്ട്. അതിന് ഏറ്റവും സാധ്യതയുള്ള സ്ഥലം എവിടെയാണ്? കേരളമാണെന്ന് മനസ്സിലാക്കി. എങ്ങനെയാണ് സാധ്യതകളിലൂടെ ഇത് നമ്മൾ ചെറിയൊരു ചെയിനല്ലോ, വലിയ മാഫിയയാണ്. ആ മാഫിയയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് അവർ കൃത്യമായി ഇടപെടൽ നടത്തുകയും അവർക്ക് വളക്കൂറുള്ള മണ്ണ് കേരളമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിന് അതിനുള്ള എല്ലാ ഒത്താശയും ചെയ്തു പോയി. സിമ്പിൾ ചോദ്യം, ഇവിടുത്തെ കൊടിയേരി ബാലൻ അദ്ദേഹം മരണപ്പെട്ടു പോയി, അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാൻ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ ഏത് കേസിനകത്താണ് 10 മാസം ജയിലിൽ കിടന്നത്? നമ്മൾ മനസ്സിലാക്കണം.
SFIയുടെ സംസ്ഥാന സമിതിയായിട്ട് ശിവപ്രസാദ്, ജില്ലാ കമ്മിറ്റി അനുരാജ്, ഇങ്ങനെ നിങ്ങൾ കേരളത്തിൽ ലിസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഈ പറയുന്ന മദ്യമയക്കുമരുന്നിന്റെ വ്യാപനത്തിന് വേണ്ടി ശൃംഖലയായി പ്രവർത്തിച്ചത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും SFIക്കും പങ്കുണ്ട്. കാരണം അവരുടെ ഐക്കൺ എന്ന് പറയുന്നത് ചെഗുവേരയാണ്. അത് ചെഗുവേരെ ഐക്കണായി സ്വീകരിക്കുന്നവൻ പിന്നെ കഞ്ചാവല്ലാതെ അവൻ പാൽപ്പായസം കുടിക്കില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കണം, അത് വ്യത്യാസമാണ്. അത് കേരളത്തിന്റെ പൊതു മനസ്ഥിതിയിലേക്ക് മാറുന്നു. അതോടൊപ്പം സിനിമാ മേഖല അത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ സിനിമാ മേഖലയിൽ ആന്റി കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിൽ നാഴിക്ക് 40 വട്ടം പ്രസ്താവന ഇറക്കുന്നവരുടെ അവരുടെ ഒരു നോക്കുന്ന സമയത്ത് നോക്കൂ, ഇപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ സിനിമാ മേഖലയിൽ വലിയ രീതിയിൽ കഞ്ചാവിനും മയക്കുമരുന്നിനും എതിരെ വലിയ വ്യാപകമായിട്ടുള്ള അവരുടെ സിനിമാ സംഘടനകൾ തന്നെ പറയുന്നു. അമ്മ പോലെയുള്ള സംഘടന പറഞ്ഞു ഞങ്ങൾക്കിടയിൽ വ്യാപകമായിട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു വരുന്നു. ഈ ആളുകളെയാണ് പൊതുസമൂഹം കാണുന്നത്, കുട്ടികൾ കാണുന്നത്, യുവാക്കൾ കാണുന്നത്. ഇപ്പൊ നോക്കൂ, നമ്മൾ ഇപ്പൊ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള പാട്ടുകൾ പോലും അല്ലെങ്കിൽ സിനിമകൾ പോലും എന്തിനാണ് കൂടുതൽ പർവ്വതീകരണം നടക്കുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്നത് ഈ പിണറായി വിജയൻ സർക്കാർ 9 വർഷം കൊണ്ട് മദ്യത്തെ മയക്കുമരുന്ന് ജനകീയവൽക്കരിച്ചു. ഒരു സർക്കാർ സംവിധാനം 24 മണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ ഈ മദ്യം മയക്കുമരുന്ന് മാഫിയ തുരത്താൻ കേരളത്തിൽ സാധിക്കും. അതിന് തയ്യാറാവുന്നില്ല. ഇപ്പോ പ്രതിഭ MLA മകന്റെ വിഷയം ഉണ്ടായ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി എന്താ പറഞ്ഞത്? കുട്ടികളാവുമ്പോൾ ചിലപ്പോൾ വലിച്ചെന്നിരിക്കും. ഇതാണ് പരാമർശം നടത്തേണ്ടത്. ഒരു കുട്ടി വന്ന് ഇമോഷണലിൽ വന്നിട്ട് അധ്യാപകനെ വളരെയധികം മോശമായിട്ട് പറഞ്ഞ സമയത്ത് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന എന്തായിരുന്നു? കേരളത്തിൽ ചുംബന സമരം നടന്നപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളുടെ നിലപാട് എന്തായിരുന്നു? അപ്പൊ നോക്കൂ, അരാജകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാടായിട്ട് കേരളം മാറിയിരിക്കുന്നു. അപ്പൊ അരാജകത്വത്തിന് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള സ്ഥലത്ത് സ്വാഭാവികമായിട്ട് സിന്തറ്റിക് മാഫിയ പിടിമുറുക്കും. ഇപ്പൊ നോക്കൂ, ഹൈദരാബാദിൽ സിന്തറ്റിക് മയക്കുമരുന്നുകൾ നിർമ്മിക്കുന്ന ഒരു സംവിധാനം തന്നെയുണ്ട്. അത് കണ്ടെത്തിയത് കേരള പോലീസ് ഡാൻസ് ഓഫ് ഒക്കെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു, സംശയം വേണ്ട. അതിനെ ആധുനികവൽക്കരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ 16 കോടി രൂപ കൊടുത്തിട്ടുണ്ട്, പിസ്റ്റളടക്കം ആധുനിക ഉപകരണങ്ങളടക്കം മേടിക്കാൻ വേണ്ടി. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും നമ്മൾ ഡാൻസ് ഓഫ് അടക്കം വളരെ രീതിയിൽ ജാഗരൂകരായിട്ട് പ്രവർത്തിക്കുമ്പോഴും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട്. ആ രാഷ്ട്രീയ നേരത്തെ പറയും, ഒരു വർഷത്തിൽ ഞാൻ 3250 കേസിനകത്ത് എത്ര പേരെ ശിക്ഷിച്ചു? അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. മാത്രമല്ല, ഈ പ്രാദേശിക തലത്തിൽ ഇത്തരത്തിലുള്ള കഞ്ചാവ് മാഫിയക്കെതിരെയൊക്കെ പരാതി നൽകുന്നവർ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പലതും കൊലപാതകത്തിൽ തന്നെയാണ് കലാശിക്കുന്നത്. പക്ഷെ അതൊക്കെ വളരെ വിദഗ്ധമായി തന്നെ തേച്ചു മായ്ച്ചു കളയുകയും വ്യക്തിവൈരാഗ്യം എന്നൊക്കെയുള്ള രീതിയിൽ എഴുതി പിടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്.